الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും തിരിയലും അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന സദസ്സാക്കി ഈ സദസ്സിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനവും പ്രയാസങ്ങൾക്ക് മോചനവും നാളെ പരലോകത്ത് വിജയവും നേടാൻ പറ്റുന്ന ഉത്തമ സദസ്സാക്കി ഈ സദസ്സിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മള് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരിശുദ്ധ കഅബ എന്ന വിഷയം കഴിഞ്ഞയാഴ്ച നമ്മൾ ചർച്ച തുടങ്ങി. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ചർച്ചയുണ്ടാവും. വളരെ കൃത്യമായ ഒരു ചർച്ചയാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്ന ചർച്ച. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം എന്ന ചർച്ചയിലേക്ക് അടുത്ത ആഴ്ച എത്തൂ എന്നതാണ് എന്റെ ധാരണ. എത്തിയെങ്കിൽ ഇന്ന് പ്രവേശിക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അവിടെ അങ്ങോട്ട് ചർച്ച ചെയ്യാം.
നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനായ അബ്ദുറഹീം ഇബ്നു അനസ് റമാദി എന്ന് പറയുന്ന മഹാന് എഴുതിയ ഒരു കത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കാര്യമായ ജോലിയും കാര്യവും ഒന്നും മക്കത്തില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹം താമസം മാറ്റി മറ്റൊരു രാജ്യത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ദുനിയാവ് കുറച്ച് കുറഞ്ഞാലും നിങ്ങളെ അല്ലാഹു ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലും മണ്ണിലുമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തിന്റെ വിശദാംശങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് മക്കയെക്കുറിച്ചും കഅബയെക്കുറിച്ചും ചർച്ച ചെയ്തത്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പരിശുദ്ധ മണ്ണ് ഉപേക്ഷിച്ച് പോകുന്നതെന്നാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരൻ അബ്ദുറഹീമിനോട് ചോദിക്കുന്നത്. അതില് അവസാനം നമ്മൾ ഓതിവെച്ച ആയത്ത് വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി എന്ന് പറയുന്ന ആയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കൊണ്ട് ധന്യമായ മണ്ണാണ് മക്ക എന്നർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് ഹസനുൽ ബസ്രി തന്റെ കത്തിൽ എഴുതുകയാണ്. ആ കത്ത് പിൽക്കാലത്ത് ഒരു കിതാബായി അറിയപ്പെട്ടു. ഫവായിദു മക്ക, മക്കയുടെ മഹത്വങ്ങൾ എന്ന പ്രസിദ്ധമായ നാമത്തിൽ ആ കത്ത് ഒരു കിതാബായി അറിയപ്പെട്ടു. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു ഗ്രന്ഥാണ്, പക്ഷെ അത് വിശദീകരിച്ചാൽ എത്ര കാലം പറഞ്ഞാലും തീരൂല. അത്രയും അധികം വിശദീകരണം ആവശ്യം വരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ഈ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഉദ്ധരിക്കുന്നത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഹജ്ജിലെ 26-ാമത്തെ ആയത്താണ്. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഈ ഭാഗമാണ് പിന്നീട് അടുത്ത ആയത്തായിട്ട് ഉദ്ധരിച്ചത്. അതായത് ഇതിൽ ഓരോ ആയത്തും ഇഷ്ടംപോലെ പറയാനുണ്ട്. ഞാൻ എന്റെ ചെറിയ ആശയം പറഞ്ഞിങ്ങനെ പോവാണ്. ഇബ്രാഹിം നബിക്ക് നമ്മൾ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സമയം നബിയെ ഇബ്രാഹിം നബിക്ക് നമ്മൾ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സമയം നബിയെ തങ്ങൾ ഓർക്കണം. മക്കാനൽ ബൈത്ത്, കഅബാലയത്തിന്റെ പരിശുദ്ധ കഅബാ മന്ദിരത്തിന്റെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ നിർണയിച്ചു കൊടുത്ത സമയം തങ്ങൾ ഓർക്കണം. അല്ലാ തുശ്രിക് ബി ശൈആ വതഹിർ ബൈതിയ ലിൽഖായിഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. നിങ്ങൾ അല്ലാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുതെന്നും ഈ പരിശുദ്ധമായ ഭവനത്തെ, എന്റെ വീടിനെ നിങ്ങൾ തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്കും റുകൂഉം സുജൂദും ചെയ്യുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ ശുദ്ധീകരിച്ച് വെക്കണമെന്നും നിർദ്ദേശം കൊടുക്കുന്നതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിന്റെ സ്ഥാനം നമ്മൾ നിർണയിച്ചു കൊടുത്ത ആ സമയം നബിയെ തങ്ങൾ ഓർക്കണം. പൊളിഞ്ഞുപോയിരുന്ന കഅബാലയം പിന്നീട് പണിയുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പണിയുന്നത് കഅബാലയത്തിന്റെ പഴയ അടിത്തറകൾ നോക്കിക്കൊണ്ടാണ്. പൊളിഞ്ഞുപോയ കഅബാലയത്തിന്റെ ബിൽഡിംഗൊക്കെ പൊളിഞ്ഞുപോയി, പക്ഷെ അതിന്റെ അടിത്തറ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ആ അടിത്തറയിലാ പിന്നെ കെട്ടിപ്പൊക്കുന്നത്. ആ അടിത്തറ നോക്കിയത് കെട്ടിപ്പൊക്കിയ സന്ദർഭം തങ്ങൾ ഓർക്കണം. അത് നമ്മളാണ് ഇബ്രാഹിം നബിക്ക് അത് കാണിച്ചു കൊടുത്തത്. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ
وتذكر وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وتذكر بيتي للطائفين والقائمين والركع السجود. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹദീസുകൾ ശേഷം വരുന്നുണ്ട്. തവാഫ് ചെയ്യുക, നിസ്കരിക്കുക, അതൊക്കെയാണ് കഅബയുമായിട്ട് ബന്ധപ്പെട്ട ആരാധനകൾ. അതിനി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യ ആയത്തുകളാണ് പറയണം. അല്ലാഹു കഅബയെ പറ്റിയും പരിശുദ്ധ മക്കയെ പറ്റിയും പറഞ്ഞ ഭാഗങ്ങൾ ആദ്യം പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഹദീസുകൾ പറയും. ആ ഹദീസ് ഒന്നും കൂടെ കൃത്യമാണ്, ഹദീസുകളുടെ വാക്കുകൾ. എന്നിട്ട് അതാണ് സൂറത്തുൽ ബഖറയുടെ 127 അല്ലാഹു പറഞ്ഞത്. ഈ പറഞ്ഞ വാക്കിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ബഖറയുടെ 127. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. وَإِذْ يَرْفَعُ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിപ്പടുത്തുയർത്തുന്ന സമയം നബിയെ തങ്ങൾ ഓർക്കുക. ഇബ്രാഹിം നബി ഓരോ കല്ലും വെച്ച് പടുത്തുയർത്തുന്ന നേരം വഇദ് യർഫഉ ഇബ്രാഹിം അൽഖവാഇദ മിനൽ ബൈത്ത്, കഅബാലയത്തിന്റെ അടിത്തറകൾ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന സമയം ഒന്നോർക്കുക. ഇബ്രാഹിം നബി മാത്രമല്ല, ഇസ്മാഈലു നബിയെ, ഇബ്രാഹിം നബിയുടെ പൊന്നുമോൻ ഇസ്മാഈലുമുണ്ട് കൂടെ. ഇസ്മാഈലു കഅബാലയം ശരിക്ക് പടുത്തുയർത്തുന്നത് ആരാണ്? ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ടാണ് വഇദ് യർഫഉ ഇബ്രാഹിമു വഇസ്മാഈലു എന്ന് പറയാതിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാ പറയേണ്ടത് അല്ലേ? ഏതൊരാൾക്ക് ചിന്തിച്ചാൽ അറിയാം. വഇദ് യർഫഉ ഇബ്രാഹിമു വഇസ്മാഈലു അൽഖവാഇദ മിനൽ വഇദ് യർഫഉ ഇബ്രാഹിമു വഇസ്മാഈലു അൽഖവാഇദ മിനൽ ബൈത്ത്, അങ്ങനെയാ പറയേണ്ടത്. പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താ? വഇദ് യർഫഉ ഇബ്രാഹിമു അൽഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. കാരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ലെടുത്തു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പഠിച്ചത് ആരാണ്? ഇബ്രാഹിം നബിയാണ്. അപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് സഹായിയായിട്ടാ ഉള്ളത് എന്ന് വരുത്താനാണ് അല്ലാഹു തആല ഇസ്മാഈലിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. അതൊക്കെ ആ ഹൈരി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, അവർ കെട്ടിപ്പൊക്കുമ്പോൾ ആ വാപ്പയും മോനും അവർ ദുആ ചെയ്യുന്നു, റബ്ബനാ تقبل منا إنك أنت السميع العليم إنك أنت السميع العليم. പടച്ചവനെ, ഞങ്ങളുടെ ഈ സൽക്കർമ്മം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങളുടെ ഖൽബിന്റെ ശുദ്ധി നിനക്കറിയാം. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട്, ഞങ്ങളെ നീ സ്വീകരിക്കണം. പള്ളി എടുക്കുക എന്നതല്ല വിഷയം. പള്ളി എടുത്തു എന്നതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടൂല. ആ പള്ളി നിർമ്മാണത്തിൽ ഇഖ്ലാസ് വേണം. ആ പള്ളി നിർമ്മാണം അല്ലാഹു ഖബൂലാക്കണം. അതുകൊണ്ടാണ് കഅബാലയം പോലും നിർമ്മിച്ച ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ദുആരക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ. അവിടെയാണ് കബൂലിയത്ത്. നമ്മൾ എന്തൊരു സൽക്കർമ്മം ചെയ്താലും, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, എന്തൊരു സൽക്കർമ്മം ചെയ്താലും, കാരണം ഒളിഞ്ഞുപോയ കഅബാലയം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി പണിതപ്പോ ഇനി അത് നല്ല പണിയാണോ എന്നുള്ളതിൽ തർക്കല്ല. ഇത് പുണ്യകർമ്മമാണോ സൽക്കർമ്മമാണോ എന്നതിൽ തർക്കല്ല. പിന്നെ ഒരു ദുആന്റെ കാര്യമില്ല, അല്ലാഹു അതോടുകൂടെ ഏറ്റെടുക്കും. എന്നാലും ഏതൊരു സൽക്കർമ്മം കഴിഞ്ഞാലും ആ സൽക്കർമ്മത്തിന്റെ കബൂലിയത്തിന് വേണ്ടി, സ്വീകാര്യതയ്ക്ക് വേണ്ടി പടച്ചവനിലേക്ക് രണ്ട് കയ്യും മലർത്തണം. അതുകൊണ്ടാണ് ദുആ എന്ത് സംഗതി കഴിഞ്ഞാലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ഇതുപോലെ കൂട്ടു പ്രാർത്ഥന നമ്മൾ സാധാരണ കാണുന്നതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി ആമീൻ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ കാണാൻ രണ്ടാളും കൂടെ ദുആയിരുന്നല്ല, വാപ്പ ദുആയിരുന്നു, മകൻ ആമീൻ പറഞ്ഞു. ആമീൻ വലിയ ദുആ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്.
അങ്ങനെ പരിചയപ്പെടുത്തിയതാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമും മൂസ നബിയും ദുആ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും ഖുർആൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. രണ്ടാളും ദുആ ചെയ്തു. സംഗതി ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റേയാൾ ആമീൻ പറയായിരുന്നു. അത് ഖുർആന്റെ ശൈലിയാണ്. അപ്പൊ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അതുകൊണ്ടാണ് ഇന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഇന്നും ഈ ക്ലാസ്സിൽ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇന്നും നമ്മൾ ദുആ ചെയ്യുന്നത് ഈ മജ്ലിസ് ഞങ്ങൾക്ക് രണ്ടു ലോകത്തും വിജയം കിട്ടാൻ കാരണമാക്കി തരണേ അല്ലാഹ്. അതെപ്പോഴും ദ്വാരക്കേണ്ടതാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഇതൊക്കെ ബാത്തിലായി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. കാരണം ഒഴിവുണ്ടായിട്ടല്ല, പലരും ഒഴിവുണ്ടാക്കി, സമയമുണ്ടാക്കി, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞായറാഴ്ച ഈ സദസ്സിലെത്തുന്നത് നിങ്ങൾക്ക് ദുനിയാവിൽ എന്തോ കിട്ടുമെന്ന് കരുതിയിട്ടല്ല. ദുനിയാവിൽ നമുക്ക് ദുആ ചെയ്യണം, പക്ഷെ ദുനിയാവിന്റെ അപ്പുറത്ത് ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് കരുതിയാണ്. അല്ലാഹു ഈ സദസ്സ് അതിന് കാരണമാക്കി തരട്ടെ. അപ്പൊ ശരിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മാഈലും ഇങ്ങനെ അലൈഹിസ്സലാം രണ്ടുപേരും ദുആ ചെയ്യാൻ ഈ ഭവന നിർമ്മാണം കഴിഞ്ഞതിന്റെ ശേഷം, പരിശുദ്ധ മന്ദിരത്തിന്റെ നിർമ്മാണം കഴിഞ്ഞതിന്റെ ശേഷം. അപ്പൊ ഇത് നമുക്ക് എന്നും ഒരു പാഠമാണ്. നമ്മൾ ഏതൊരു അമല് ചെയ്താലും ആ അമല് കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കണം. ഹജ്ജ് കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കും, ഉംറ കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കും, ഒരു സവാബ് കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെന്നാൽ കാണാൻ കഴിയുന്നത്. അതങ്ങനെ തന്നെ തുടരണം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. പിന്നെ ഉദ്ധരിച്ചത് സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്താണ്. ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ ആ പ്രത്യേക എത്രയോ സ്ഥലത്ത് ഖുർആൻ ഇത് പരാമർശിച്ചു എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. എന്താണ് ആയത്ത്? വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ എന്ന് സൂറത്തുൽ ബഖറയുടെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഈ പരിശുദ്ധ മന്ദിരത്തെ കുറിച്ചല്ലേ? ഹസനുൽ ബസരി ചോദിക്കുക, നമ്മൾ പരിശുദ്ധ കഅബാലയം, പരിശുദ്ധ മന്ദിരം ഇത് നമ്മൾ ആക്കിയില്ലേ? മസാബത്തൻ ലിന്നാസ്, ജനങ്ങൾ ആവർത്തിച്ച് വരുന്ന സ്ഥലമാക്കിയില്ലേ? മസാബത്തൻ ലിന്നാസ്, ജനങ്ങളുടെ എപ്പോഴും ജനങ്ങൾ ആവർത്തിച്ച് വരുന്ന സ്ഥലമാക്കിയില്ലേ? മസാബത്ത് എന്ന് പറഞ്ഞാല് രണ്ടർത്ഥമാണ് മുഫസ്സിറുകൾ അതിന് നൽകിയത്. ജനങ്ങളുടെ മസാബത്താക്കിയില്ലേ, അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. മസാബത്ത് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രതിഫലം കിട്ടുന്ന സ്ഥലം, സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ്. അങ്ങനെ പ്രതിഫലം കിട്ടുന്ന സ്ഥലം, അതിൽ യാതൊരു തർക്കവുമില്ല. മക്കയിലെ പരിശുദ്ധ കഅബയുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്ക് ധാരാളം വാരി കൂട്ടാനുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ പ്രതിഫലം കിട്ടുന്ന സ്ഥലം എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിലേറെ പ്രാധാന്യം നല്ല ഒരു വിഭാഗം മുഫസ്സിറുകൾ നൽകിയത് ആദ്യം പറഞ്ഞ മസാബത്തൻ ലിന്നാസ്. ഹാബ യതൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി വരിക. ഇതിൽ നിന്നാണ് നമ്മൾ ഈ തസ്വീബ് എന്ന വാക്കൊക്കെ വന്നിരിക്കുന്നത്. തസ്വീബ് കാരണം സുബഹിയുടെ ഭാഗത്തിൽ തസ്വീബ് സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുബഹിയുടെ ഭാഗത്തിൽ തസ്വീബ് എന്താ? സ്വലാത്തു ഖൈറുൻ മിനൻ നൗം, അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. സുബഹി ഭാഗത്തിൽ തസ്വീബ് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കൽ സുന്നത്താണ് എന്നാണ് എന്റെ നേരം. ആവർത്തിക്കൽ സുന്നത്താണ്. എന്താണ് അവിടെ ആവർത്തനം വരുന്നത്? എല്ലാ ബാങ്കിലും നിസ്കാരത്തിലേക്ക് വിളിക്കുന്നു. ആ വിളി ഏതാ? ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ബാങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു.
എങ്കിൽ ഈ ഒരു ക്ഷണം സുബഹിയുടെ ബാങ്കിൽ ആവർത്തിച്ചു പറയുന്നു. ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ് എല്ലാ ബാങ്കിലും ഉള്ളതുപോലെ സുബഹിക്കും. പക്ഷെ അതിന്റെ പുറമെ പ്രത്യേകം ഒരു ക്ഷണം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരം ഉറക്കത്തെക്കാൾ ഹൈറാണ്, നിസ്കാരം ഉറക്കത്തെക്കാൾ ഹൈറാണ്. ഉറക്കുപേക്ഷിച്ച് പുതപ്പ് വലിച്ചിട്ട് എഴുന്നേറ്റ് വരൂ നിസ്കരിക്കാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം രണ്ടാമത് ഒരാവർത്തിയും കൂടെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു, മറ്റു നിസ്കാരത്തിലുള്ളതുപോലെ അല്ലാതെ. അതാണ് തസ്ബീഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ ശൈലി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. ജനങ്ങളുടെ മടക്കസ്ഥലമാക്കി പരിശുദ്ധ കഅബാലയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോയാൽ പിന്നെയും പോകണം എന്നുള്ള. ഞാൻ പോയി ഒന്നോരോട് ചോദിക്കട്ടെ, പോയി വന്ന ആളുകൾ പോകാത്തവർക്ക് എന്തായാലും പൂതി ഉണ്ടാകും പടച്ചോന്റെ വീട് ഒരിക്കലെങ്കിലും കാണാൻ. പോയി വന്നവർക്ക് പിന്നെയും അത് ഓർക്കുമ്പോഴേക്കും പോകാൻ പൂതിയാണ്. അല്ലെ, അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. പോകുന്നതിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ അവസ്ഥയാ പോയി വന്നാൽ. അപ്പൊ നമ്മളൊക്കെ സാധാരണ ഈ ഹജ്ജ് സംഘത്തിലും ഉംറ സംഘത്തിലും ഒക്കെ പോകുമ്പോ ചിലപ്പോ അമീറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ വണ്ടിയും വലിയെല്ലാം കൂടെ ആകുമ്പോ ചിലപ്പോഴൊക്കെ ചിന്തിക്കും എന്തിനായാലും പണിക്ക് വരൂല, പക്ഷെ സംഗതി പിന്നെയും പൂതിയാവും. ആ പൂതിയാവുന്ന എന്താണ്? ഈ ഹറമൈനിയിലേക്കുള്ള ഹൃദയത്തിന്റെ വലിവാണ്. ഉംറ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒന്നരായ ശൈഖുന കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞു, കൊല്ലത്തിൽ ഒരു തവണ സംഘടനയ്ക്ക് വേണ്ടി നീ ഉംറ സംഘത്തിലൊന്ന് അമീറായിട്ട് പോകണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇങ്ങനെ എല്ലാ കൊല്ലവും പോകാറുണ്ട്. കഴിഞ്ഞ കൊല്ലം അത് വിട്ടുപോയൊരു വർഷമാണ്. ഒരു വർഷം വിട്ടുപോയി, കഴിഞ്ഞ കൊല്ലം പോയിട്ടില്ല. പക്ഷെ ഈ തവണ ഇൻഷാ അല്ലാഹ് ഈ മാർച്ച് 7-ന് അന്ന് പറഞ്ഞ ആ നിർദ്ദേശപ്രകാരം വീണ്ടും പോകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പുറപ്പെടും. ആരെങ്കിലും കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകളായിട്ടുണ്ട്. വേഗം പെട്ടെന്ന് വിവരം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് പരിഹരിക്കാൻ കഴിയും. ഇന്ന് തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പോരാൻ വേണ്ടിയിട്ട് പറയല്ല, അങ്ങനെ കൂടെ വരാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. വിവരം അറിഞ്ഞില്ല എന്ന് പറയരുത് എന്ന് കരുതിയിട്ട് ഈ 7-ാം തീയതിയാണ് പുറപ്പെടുന്നത്. പെട്ടെന്നായാൽ സംഗതി നടക്കും. പലരും നമ്മുടെ ക്ലാസ്സിലുള്ളവർ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പാസ്പോർട്ട്, ഭാര്യ മക്കൾക്കൊക്കെ പാസ്പോർട്ടില്ലാതെ വിഷമിക്കുന്നവർ ഒക്കെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ ദൂരെയല്ലാതെ അകലെയല്ലാതെ വളരെ അടുത്ത സമയത്ത് തന്നെ 2 ഹറമുകളും സന്ദർശിക്കാൻ അവർക്കും നമുക്കും ഒക്കെ അള്ളാഹു വീണ്ടും അവസരം നൽകട്ടെ. അള്ളാഹു വീണ്ടും അവസരം നൽകട്ടെ. പുണ്യസ്ഥലങ്ങളൊക്കെ അതിന്റെ മഹത്വങ്ങൾ എന്താണ്, അതിന്റെ പൊരുളുകൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെടുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒന്നും കൂടെ ആത്മാർത്ഥത ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ 3 ആഴ്ചയും അത് പറഞ്ഞ് പിന്നെ മക്കൾക്കാണ് ഇത് യാദൃശ്ചികമാണ് സംഭവം. പരിശുദ്ധ കഅബയെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോ ഈ യാത്ര ഒരുങ്ങി എന്നുള്ളത് യാദൃശ്ചികം മാത്രമാണ്. 3 ആഴ്ച ഇത് പറഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ ആഴ്ച നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അതിന് വല്ലാത്തൊരു സന്തോഷവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാ. ഇത് അപ്രതീക്ഷിതാണ്, എനിക്കും അപ്രതീക്ഷിതാണ്. ഞാൻ ഈ വർഷവും കൂടെ പോകാനാവൂല എന്ന് കരുതിയതാണ്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ലീവാകുന്നതിലുള്ള വിഷമം കൊണ്ട് പോകാനാവില്ല എന്ന് കരുതിയതാണ്. എന്നാലും നിർബന്ധിച്ചു പറഞ്ഞപ്പോ ഇന്ന് പോകാം എന്ന് വെച്ചിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ കഅബ അത് പറഞ്ഞപ്പോ ഒരു തവണ പോയാൽ പിന്നെ മദീനത്ത് അതിലേറെ ആ ഒരു വലി എപ്പോഴും അങ്ങോട്ട് നമ്മളങ്ങനെ പിടിച്ചു വലിക്കും. അങ്ങനെ പിടിച്ചു വലിക്കും. അപ്പൊ എന്ത് പ്രയാസമാണെങ്കിലും പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് അതിന്റെ ഒരു സ്വഭാവമാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈർ നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ്, പരിശുദ്ധ കഅബ മന്ദിരത്തെ ജനങ്ങളുടെ മസാബത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവർത്തിച്ച് വരുന്ന സ്ഥലമാണ്. അത് ഒരു കൂട്ടർ പോയാൽ വേറൊരു കൂട്ടരുണ്ടാവും, അവര് പോയാൽ വേറൊരു കൂട്ടരുണ്ടാവും. ജനങ്ങൾ ഇങ്ങനെ ഒരു ടീമിന് ശേഷം ഒരു ടീം അങ്ങനെ വരുന്നവരാണ്. അല്ല, ഒരിക്കൽ പോയവർ വീണ്ടും പോകുന്നു. അത്ര ആവർത്തിച്ച് പോകുന്ന വേറെ ഒരു ഇടം ഏതാ ഉള്ളത്?
ഇപ്പൊ ഈ ക്ലാസ്സിലുള്ള ആളുകൾ കഴിഞ്ഞ തവണ നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ നടത്തിയ യാത്ര അതൊക്കെ 1 2 തവണ, ഇനി 3 തവണയൊക്കെ നടത്തിയേക്കാൻ പറ്റും. നേരെ മറിച്ച് പരിശുദ്ധ കഅബയിലേക്കുള്ള യാത്ര എത്ര കാലം നടത്തുന്നത്? കൊല്ലം പോകുന്നവരില്ലേ? പൈസ ഉള്ളവർ കൊല്ലം പോവുകയാണ് മക്കത്തും മദീനത്തും. അതൊരു സംഭവം തന്നെയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് എത്ര തവണയാണ് അല്ലാഹു ആ വലിയ മനുഷ്യന് ഭാഗ്യം നൽകിയത്. ആ വലിയ മനുഷ്യന് 2 ഹറമുകൾ സന്ദർശിക്കാൻ ഇടയ്ക്കിടെ വിചാരിക്കുമ്പോഴാണ് പോവാണ്. അള്ളാഹു നൽകിയ വലിയ ഭാഗ്യല്ലേ, മഹാഭാഗ്യല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പോകാനുള്ള സമയം കണ്ടെത്തണം. ഇപ്പോഴൊക്കെ നല്ല പാകമുള്ള ഒരു സമയമാണ്. ആകെ 52 റുപ്യയാണ് ഉള്ളത്. 50 റുപ്യക്ക് അവിടെയൊക്കെ പോയിട്ട് വരാനുള്ള ഒരു സൗകര്യം അല്ലാഹു തആല നമുക്ക് റാഹത്ത് നൽകട്ടെ. ഇനി അതാ പിന്നീട് ജനങ്ങൾ ആവർത്തിച്ച് വരുന്ന സ്ഥലമാക്കി കഅബ മന്ദിരത്തെ ജനങ്ങൾക്ക് വിശ്വസ്ത കേന്ദ്രവുമാക്കി, ജനങ്ങളുടെ സുരക്ഷിത കേന്ദ്രമാക്കി. കഅബാലയത്തിന്റെ അടുത്ത് എന്നാ ഒന്നും പേടിക്കാറില്ല. എല്ലാം കൊണ്ടും അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, അതുവരെയൊക്കെ പേടിയാ. ഇനിയിപ്പോ വിസ ഇല്ലാത്തവരും ക്ലിയറൻസ് ഇല്ലാത്തവരും ഒക്കെ കഅബത്തിന്റെ മുറ്റത്ത് എല്ലാവരും ഉണ്ടാവും. അവിടുന്ന് ആരും നോക്കണില്ല, പിടിക്കണില്ല, തപ്പണില്ല. എത്ര എണ്ണ രേഖയില്ലാതെ അവിടെ പോയി താമസിക്കുന്നത്, എത്ര എണ്ണം. പരിശുദ്ധ ഹജ്ജ് സമയത്തൊക്കെ അങ്ങോട്ടാണ്ട് എത്തിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു, അങ്ങോട്ട് എത്തിയാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല എപ്പോഴും. ഇനി അതല്ല, മറ്റു അക്രമങ്ങള്, മറ്റു സംഗതികൾ ഒന്നുമില്ല. അമ്ന്, പൂർണ്ണമായ അമ്ന് അല്ലാഹു നൽകിയതാണ്. സമാധാനം, സുരക്ഷിതത്വം. പറയുമ്പോ പറയാം, അതിലേക്ക് എന്തായാലും വരാൻ പോകുന്നുണ്ടല്ലോ. ഇബ്രാഹിം മഖാമിൽ നിങ്ങൾ നിസ്കരിക്കണം. അതിനുശേഷം വരാൻ പോകുന്നുണ്ട്, അവിടെ വെച്ച് പറയാം, അടുത്ത ആഴ്ച പറയാം. പിന്നെ അടുത്ത ആയത്ത് മഹാനവറുകൾ പറഞ്ഞത് സൂറത്തുൻ നംലിലെ 91. ശരിക്കും മക്കന്റെ ബഹുമാനം എന്താണ് ഈ കത്ത് വായിച്ചു കഴിയുമ്പോഴേക്കാണ് ബോധ്യപ്പെടുന്നത്. എത്ര സ്ഥലത്താ ഖുർആൻ പറയുന്നത്? സൂറത്തുൻ നംലിൽ 91, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹറമഹാ വലഹു കുല്ലു ശൈഇൻ وأمرت أن أكون من المسلمين. الله تعالى سورة النمل 91 അല്ലേ? 385 പേജ് അല്ലേ? 355 പേജ് 385 ലാസ്റ്റ് പേജിൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കണമെന്നാണ് റബ്ബ് എന്നോട് കൽപ്പിച്ചത്. സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കണം. അപ്പൊ മക്കയുടെ ബഹുമാനത്തിന് ഈ മണ്ണിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം എന്നാ എന്നോട് പറഞ്ഞത്. റബ്ബ ഹാദിഹിൽ ബൽദ, ഈ നാടിന്റെ രക്ഷിതാവിനെ, മക്കയുടെ റബ്ബിനെ ആരാധിക്കണം എന്നാണ് പടച്ചോൻ എന്നോട് കൽപ്പിച്ചത്. അത് മക്കന്റെ ബഹുമാനമാണല്ലോ. വഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഏതാണ് ആ രാജ്യം? അല്ലദീ ഹറമഹാ, അവനാണ് അതിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ചത്. അതിനെ ഹറമാക്കിയത് അവനാണ്. ആ റബ്ബാണ് അതിനെ ഹറമാക്കിയത്. ആരാണ് ആ റബ്ബ്? അല്ലദീ ഹറമഹാ, ആ രാജ്യത്തെ ഹറമാക്കി പ്രഖ്യാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയിലെ ഹറമാക്കി പ്രഖ്യാപിച്ചത് അല്ലാഹുവാണ്, മദീന ഹറമാക്കി പ്രഖ്യാപിച്ചത് ഞാനാണ്. മദീന ബൗണ്ടറി നിശ്ചയിച്ച് ഹറമാക്കിയത് റസൂലുള്ളാഹിയാണ്.
എന്നാൽ മക്ക അള്ളാഹു തന്നെ ഹറമാക്കി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ നബിതങ്ങൾ ഹറമാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം എല്ലാ കിതാബുകളിലും അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വയമാക്കാൻ അധികാരമല്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ആക്കി. എന്നാലും ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. മക്കത്ത് അള്ളാഹു ഒരു ഹറമുണ്ടാക്കിയപ്പം മദീനത്ത് ഒരു ഹറമുണ്ടാക്കാൻ തിരുനബിക്ക് സമ്മതം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വലിപ്പത്രയെന്ന് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ല, നബിയെ തങ്ങൾ താമസിച്ചത് കൊണ്ടായി ഈ മണ്ണിന് മഹത്വം ഉണ്ടായത്. മക്കത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് നബിക്ക് മഹത്വം ഉണ്ടാവുകയല്ല, മറിച്ച് നബി തങ്ങൾ ജനിച്ചു എന്നതുകൊണ്ട് മക്കൾക്ക് ബഹുമാനമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ വലിപ്പത്രയാണ്. ഈ ചർച്ച ഞാൻ കഴിഞ്ഞ ആഴ്ച അത് കൂട്ടി പറഞ്ഞില്ല എന്നാ തോന്നുന്നു, അവിടെ പറയേണ്ടതായിരുന്നു. ഈ ചർച്ച റസൂലുള്ളാഹിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഏറ്റവും വലിയ മാസം ഏതാണ്? റമദാൻ മാസമാണ് അല്ലെ? ഏറ്റവും വലിയ മാസം റമദാൻ മാസമാണല്ലോ. ശുഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കിയ മാസമാണല്ലോ റമദാൻ മാസം. ആ റമദാൻ മാസത്തിനാണല്ലോ വലിയ മഹത്വം. എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായില്ല എന്നൊരു ചർച്ച ഉണ്ട് പണ്ഡിതന്മാരുടെ. റമദാൻ മാസത്തിലല്ലല്ലോ റസൂലുള്ളാഹിന്റെ ജന്മദിനം റബീഉൽ അവ്വലിലാണല്ലോ. എന്തേ റമദാനിലാവാതിരുന്നത്? എന്തേ റജബിലാവാതിരുന്നത്? എന്തേ ശഅബാനിലാവാതിരുന്നത്? എന്തേ ദുൽഹിജ്ജയിലാവാതിരുന്നത്? അതൊക്കെ ബഹുമാനപ്പെട്ട മാസങ്ങളാ. എന്തേ മുഹറം, ഒരുപാട് ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മുഹറം ആവാതിരുന്നത്? അതിന് മറുപടി പറയും, ഒന്നും അല്ലാത്ത ഒരു റബീഉൽ അവ്വലിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ, റസൂലുള്ളാഹിന്റെ ജനനം എന്നുള്ളതാണ്. അപ്പൊ എന്തേ അവിടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമാക്കി എന്ന് ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാര് പറയുന്നുണ്ട്, അത് വലിയ ഒരു പാഠം ഈ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണത്? മക്കാനത്ത് കൊണ്ട് മക്കീലിനെ ആദരിക്കുകയല്ല, മക്കീലിനെ കൊണ്ട് മക്കാനത്തിനെ ആദരിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലാക്കാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം, മക്കീൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇറങ്ങുന്ന വ്യക്തി, ആ സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തി. അപ്പം വ്യക്തിയെ കൊണ്ട് ഭൂമിക്ക് മഹത്വം കൊടുക്കുക, ഭൂമിക്ക് മഹത്വം കൊടുക്കുക. വ്യക്തിയെ കൊണ്ട് സമയത്തിന് മഹത്വം കൊടുക്കുക, സമയം കൊണ്ട് വ്യക്തിക്ക് കൊടുക്കുകയല്ല. സമയം കൊണ്ട് വ്യക്തിക്ക് കൊടുക്കല്ല. ആദ്യമേ റമദാൻ പുണ്യമാക്കപ്പെട്ട മാസമാണ്, അതിൽ ജനിച്ചു എന്നതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഉഷാറാവുകയല്ല, മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് റബീഉൽ അവ്വൽ അഫ്ളു ശുഹൂറായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ രാത്രി ഏതാ? ലോകത്തെ ഏറ്റവും വലിയ രാത്രി ഏതാ? റമദാനിലെ ലൈലത്തുൽ ഖദർ അല്ല, മറിച്ച് റബീഉൽ അവ്വൽ 12ന്റെ രാത്രിയാണ് എന്ന് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു ന്യായങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടാണ് സംസാരിക്കുന്നത്. റബീഉൽ അവ്വൽ 12ന്റെ ബഹുമാനം, 12ന്റെ രാവിന്റെ ബഹുമാനം ലൈലത്തുൽ ഖദറിന് പോലുമില്ല. ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു എന്തൊക്കെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാ പറയുന്നത്, തെളിവുകൾ സമർപ്പിച്ചിട്ടാ പറയും. വിഷയം മാറിപ്പോയി. തെളിവുകൾ സമർപ്പിച്ചിട്ടാ പറയുന്നത്. ഖുദ്സ് യാത്രയിൽ നമ്മൾ സിയാറത്ത് ചെയ്തതാണ് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അവിടുത്തെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിന് വ്യാഖ്യാനം എഴുതിയ വലിയ മഹാനവറുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, വ്യക്തിയെ കൊണ്ട് ഭൂമിക്കും സമയത്തിനും സ്ഥാനം നൽകുക, അല്ലാതെ ഈ ഭൂമിയും സ്ഥാനവും കാരണമായിട്ട് വ്യക്തിക്ക് ഇങ്ങോട്ട് നൽകലല്ല. അത് റസൂലുള്ളാഹിനെ അല്ലാഹു ആദരിച്ചതിന്റെ വലിയൊരു തെളിവാണ്. അപ്പോ ഇവിടെ അല്ലദീ ഹറമഹാ വലഹു കുല്ലു ശൈഇൻ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ആ റബ്ബിനാണ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അവന് ഉടമപ്പെട്ടതാണ്. വലഹു കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും അവന്റെ ഉടമാവകാശത്തിലാണ്, അല്ലാഹുവിന്റെ. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, എന്നോട് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ അല്ലാഹു നിർദ്ദേശിച്ചു. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ റബ്ബിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടോളെന്ന് റബ്ബനോട് പറഞ്ഞു. സൂറത്തുൻ നംൽ 91. അപ്പൊ എന്തായി? മക്ക എന്ന പുണ്യ രാജ്യം ഇവിടെ സൂറത്തുൽ നംലിൽ അല്ലാഹു പരാമർശിച്ചു. പിന്നെ പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 158. ഇത് ഇങ്ങനെ എടുത്ത്, അതായത് അബ്ദുറഹീം ഇബ്നു അനസ് റബാദിനി ഒടുക്കും പോവില്ല. എല്ലാ കാലത്തിന് ഒരു സമയത്തും മക്ക വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ജാതി കത്താണ്.
നോക്ക് നിങ്ങൾ അടുത്തത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് വമൻ ഹജ്ജൽ ബൈത അw i'tamara ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറാ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായിട്ടും സഫയും മർവയും അല്ലാഹുവിന്റെ മഹത്തായ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹു ആദരിച്ച ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, അല്ലാഹു ആദരിച്ച മഹത്തായ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മർവയും. അതുകൊണ്ട് പരിശുദ്ധ കഅബാ മന്ദിരത്തെ ഉദ്ദേശിച്ച ഒരാൾ ഹജ്ജ് ചെയ്യാൻ ചെന്നു, അവിഅ്തമറ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ ചെന്നു എങ്കിൽ ഫലാ ജുനാഹ അലൈഹി, ആ ആളുടെ മേൽ ഒരു വിരോധവുമില്ല ആ രണ്ട് മലകൾക്കിടയിൽ നടക്കുന്നതിന്, അവിടെ ചുറ്റിക്കറങ്ങുന്നതിന് അവർക്കൊരു കുഴപ്പവുമില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ആയത്തിൽ. എന്താ ഈ പറഞ്ഞത്? സഫയും മർവയും അല്ലാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ചിഹ്നമാണ്. അതുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുന്ന ഒരാൾക്ക് സഫയിലും മർവയിലും ചുറ്റിക്കറങ്ങുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിരോധമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഒരു ബഹുമാനല്ലല്ലോ വരുന്നത്, അല്ലേ? അതിന്റെ കാരണം ജാഹിലിയ കാലത്ത് സഫയിലും മർവയിലും രണ്ട് വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. ജാഹിലിയ കാലത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അന്ന് കഅബാലയത്തിനുള്ളിൽ തന്നെ വിഗ്രഹങ്ങളല്ലേ, അതാണല്ലോ. അപ്പൊ സഫയിലും മർവയിലും വിഗ്രഹങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ. എന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ പൊരുത്തം നേടി അവർ സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും അങ്ങനെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് മുമ്പുള്ള സംഗതിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ട് പോകുന്നതാണ് ഈ സഴിയും ഇതൊക്കെ, ഹജ്ജിന്റെ എല്ലാ അഅ്മാലുകളും. പക്ഷെ അത് പിൽക്കാലത്ത് പിന്നെ വഷളായതാണ്. തവാഫ് തുണിയച്ചിട്ടാക്കി, അല്ലെ? തവാഫ് ഒരു നൂല് പോലും ഉടുക്കാതെയാണല്ലോ ഇവർ ചെയ്തിരുന്നത് മുശ്രിക്കുകൾ. അങ്ങനെ ഇവര് വഷളാക്കിയതാ പിൽക്കാലത്ത്. അപ്പൊ ആ വഷളാക്കിയതിനെ വീണ്ടും തിരിച്ചാൽ, അപ്പൊ സഫാ മർവന്റെ ഇടയിൽ രണ്ട് വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഈ പൊരുത്തത്തിന് വേണ്ടി നടക്കുന്ന ഒരു ലോകം ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മർവന്റെ ഇടയിൽ സഅയ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ബീവി ഹാജറിനെയും ഇസ്മായിലിനെയും ഒക്കെ ഓർത്തുകൊണ്ട് ഒന്ന് സഅയ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചിലർ സംശയം പ്രകടിപ്പിച്ചു. അത് വളരെ വ്യക്തമായി രണ്ട് വിഗ്രഹങ്ങൾ രണ്ടു മലയിലും നേരത്തെ വെച്ചതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നടക്കുമ്പോഴും ആ പഴയ ഓർമ്മയാവോ, അത് വേണ്ട, അല്ലാത്തതൊക്കെ പോരെ എന്ന് ചിലർ അടക്കം പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. സഫാ മർവ എന്ന് പറഞ്ഞാൽ ഇവരുടെ തറവാടല്ല. സഫാ മർവ അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ സഅയ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാനുള്ള കാരണം അത് പുണ്യകരമാണ്. പക്ഷെ ഇവരുടെ മനസ്സിൽ അത് കുഴപ്പമാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ആ രണ്ട് മലകളുമായി ചുറ്റിക്കറങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിരോധമുള്ള കാര്യമേ അല്ല, ഒരു കുഴപ്പമില്ല. ചെയ്യട്ടെ, ചെയ്യുകയാണ് വേണ്ടത്, ധാരാളമായി ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി വമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ബഖറ 158. ഇവിടെ സഫ പരാമർശിച്ചു, മർവ പരാമർശിച്ചു. ആ ചരിത്രങ്ങളൊക്കെ ഓർക്കാൻ പറഞ്ഞു. കഅബാലയം പരാമർശിച്ചു, ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ. ഇതൊക്കെ ഉള്ള ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖസസിലെ 57 അവലം നുമക്കിന്നഹും ഹറമൻ ആമിനാ യുദ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്നാ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. സൂറത്തുൽ ഖസസ് 150.
സൂറത്തുൽ ഖസസ് 57. അവലം നുമക്കിൻ ലഹും, ഇവർക്ക് ഞാൻ ഒരുക്കി കൊടുത്തില്ലയോ? അല്ലാഹ് ചോദിക്കാം, ഇവർക്ക് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ, ഒരുക്കി കൊടുത്തില്ലേ? ഹറമന്നാമിന, സുരക്ഷിതമായ ഒരു പവിത്രമായ മണ്ണ്, സുരക്ഷിതമായ പവിത്രമായ മണ്ണിനെ ഞാൻ ഇവർക്ക് ഒരുക്കി കൊടുത്തില്ലേ? മക്ക ഹറമാക്കിയത് ഞാനല്ലേ, അതിനെ ആമിനാക്കിയത് ഞാനല്ലേ, ഞാനല്ലേ ഇവർക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്തത്. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇ, എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ആ ഹറമിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്നു. എന്താ മക്കത്തുള്ളത്? എന്താ മക്കത്തുള്ളത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു ഭാഗമാണ്. എന്താ മക്കത്തുള്ളത്? നോക്കിയാൽ ചുറ്റും മൊട്ടക്കുന്നുകൾ മാത്രം. അന്ന് ഇതുമില്ലല്ലോ. എന്നിട്ടോ ലോകത്തുള്ള എല്ലാ പഴങ്ങളും മക്കത്ത് കിട്ടും. എന്താ കാരണം? ഹറമിലേക്ക് ലോകത്തുള്ള എല്ലാ ഫലങ്ങളും എല്ലാ പഴങ്ങളും എല്ലാ ഫ്രൂട്ട്സും അങ്ങോട്ട് വിഭവമായി റിസ്ഖായി എത്തിക്കപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞതാണ്. കയറ്റുമതി നിഷേധിക്കപ്പെടില്ല. എല്ലാ രാജ്യത്തും അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വിഭവങ്ങളായി നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മഹാബഹുഭൂരിപക്ഷവും ഇതറിയുന്നില്ല. പടച്ചോൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഞാൻ ഹറമിനെ ബഹുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇബ്രാഹിം നബി അന്ന് ദ്വാരുന്നതിന്റെ ഫലമായിട്ടാണ് എന്ന് അധിക ആളുകൾക്കും അറിയില്ല. ഇവിടെയും എന്ത് ചെയ്തു? കഅബയും മക്കയും ഹറമും ഒക്കെ പരാമർശിക്കപ്പെടുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വിശദീകരിക്കേണ്ടല്ലോ, ഓതിയാ മതി. സൂറത്തുൽ മാഇദയിലെ 97 ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്, പരിശുദ്ധ കഅബയെ, കഅബ മന്ദിരത്തെ, ബൈത്തുൽ ഹറാം മസ്ജിദുൽ ഹറാം പരിശുദ്ധമായ ഭവനത്തെ അല്ലാഹു തആല ഖിയാമൻ ലില്ലാഹ്, ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കി. ഞാനന്ന് പറഞ്ഞു, പൈസയും കഅബയുമാണ് ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത്. വിശദീകരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ആ ആയത്താണ് പിന്നീട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞില്ല അബ്ദുറഹീം. പിന്നെയും ഉണ്ട് അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ ഹജ്ജിന്റെ 27 വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി മാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അത് സൂറത്തുൽ ഹജ്ജ് 27. എന്താണത്? കഅബയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ജനങ്ങളിൽ വിളംബരം നടത്തണം. ജബൽ അബൂ ഖുബൈസിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. അബൂ ഖുബൈസ് പർവ്വതത്തിൽ വെച്ചിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ഉറക്കെ പറയണം. എന്ത്? ഓ ജനങ്ങളെ, നിങ്ങളൊക്കെ ഹജ്ജിന് വരണം, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയണം. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞതാ, നിങ്ങൾ ജനങ്ങളിൽ ഹജ്ജിന്റെ അനൗൺസ്മെന്റ് നടത്തണം, വിളംബരം നടത്തണം. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു പഠിച്ചവനോട്, പഠിച്ചോനെ, ഞാനിപ്പോ ഈ മലമ്പ് കയറി വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളും അതിന് ഉത്തരം ചെയ്യോ? അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ച പണിയെടുത്താണ്, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാനാ പറഞ്ഞു. കേൾപ്പിക്കൽ ഞാനാണ്. ആ മലമ്പ കയറി വിളിച്ച് പറഞ്ഞാൽ മതി, കേൾപ്പിക്കൽ ഞാനാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയവർ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം കിട്ടും. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഹജ്ജ് കൊണ്ട് ജനങ്ങളിൽ നിങ്ങൾ വിളംബരം നടത്തണം. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ വിളിച്ചാൽ മതി, അവരിങ്ങോട്ട് വരും. റിജാലൻ, കാൽ നടക്കാരായി വന്ന് ഹജ്ജ് ചെയ്യും. പണ്ടൊക്കെ നടന്നു പോയിട്ടാ. റിജാലൻ, എത്ര റിസ്ക് എടുത്തും അവർ ഈ മണ്ണിലെത്തി.
ജനങ്ങൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ വിളിച്ചാൽ മതി, നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്താൽ മതി, നിങ്ങൾ വിളംബരം ചെയ്താൽ മതി. അവർ നിങ്ങളുടെ വിളി കേട്ട് വരും ഇബ്രാഹിം നബിയെ. റാജിൽ എന്നതിന്റെ ബഹുവചനായിട്ടാണ് ഇവർ റിജാൽ ഉപയോഗിച്ചത്. റാജിൽ എന്നാണ് റിജിലിൽ നടക്കുക, കാലിൽ നടക്കുക. അപ്പൊ കാൽ നടക്കാരായിട്ട് അവർ വരും. ദൂരദിക്കുകളിൽ നിന്ന് നടന്ന് ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ മുകളിലും അവരെത്തും. ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തെത്തുന്ന ഒട്ടകങ്ങളുടെ പുറത്ത്. അപ്പൊ ഒട്ടകങ്ങളുടെ പുറത്തും കാൽനടക്കാരായിട്ടൊന്നും അതിന്റെ അർത്ഥത്രേ ഉള്ളൂ, കാൽനടക്കാരായിട്ടും വാഹനത്തിലായിട്ടും. ഇന്നത്തെ ഫ്ലൈറ്റ് യാത്രകൾ അടക്കം എല്ലാം അതിൽ അപ്പൊ എല്ലാ ദൂരദിക്കുകളിൽ ആളുകൾ വരും. നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ ഇതും പറഞ്ഞത് ഏതാണ്? ഈ പരിശുദ്ധ മണ്ണുമായി ബന്ധപ്പെട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഈ വിളംബരം നടത്താൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു നിങ്ങളെ ആ മണ്ണിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി സൂറത്ത് ഖുറൈശിലെ ഒരു സൂറത്ത് ഖുറൈശിലെ അടുത്ത ആയത്ത്. ഈ ആയത്തുകൾ ഇന്ന് തീരണം, എന്നെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി ഈ ചർച്ച തീരുള്ളൂ. വിശദീകരിച്ചാൽ ഇത് ഇനിയും അങ്ങനെ പോകും. അടുത്ത ആഴ്ചയോടെ തീർക്കണം. 3 എണ്ണത്തിലധികം പോയിക്കൂടാന്ന് കരുതിയിട്ടാണ് ചുരുക്കുന്നത്. സൂറത്ത് ഖുറൈശ്. ഈ കഅബാലയത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ. ആരാണ് ആ രക്ഷിതാവ്? പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകി, ഭയാശങ്കകളിൽ നിന്ന് അവർക്ക് സുരക്ഷിതത്വം നൽകിയ റബ്ബിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ. ഈ ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യവും കൂടെ പഠിക്കണം. സൂറത്തിന്റെ പേര് തന്നെ എന്താ? ഖുറൈശ്. ഖുറൈശികൾ മുഴു പട്ടിണിയിലായിരുന്നു എന്നത്തെ കഥയായി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പ ഹാശിം തങ്ങളുടെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പുള്ള കഥയായി പറയുന്നത്. ഹാശിം തങ്ങളുടെ കാലഘട്ടത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാശിം. ഈ ഹാശിം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സംഭവമായി. ഹാശിം തങ്ങളുടെ കാലത്ത് ഖുറൈശികൾക്കൊന്നുമില്ലായിരുന്നു. അത് ശരിക്കും അവിടെ പോയി നോക്കിയാൽ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. കൂടുതൽ തെളിവൊന്നും അതിന് വേണ്ട, ഒന്നുമില്ല മക്ക. അതാണ്. അപ്പൊ അങ്ങനെ ഇവര് വളരെ കഷ്ടപ്പെട്ടു. ഇടക്കാലത്ത് വന്ന ഒരു ക്ഷീണാണ്. അതിന് മുമ്പ് വിഭവ സമൃദ്ധമായിരുന്നു. പിന്നെ ഒരു വലിയൊരു പരീക്ഷണം വരുന്നു. ഈ പരീക്ഷണം വന്നപ്പോ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ പോയി കിടന്നിരുന്നത്രേ. ഒന്ന് മരിച്ചു കിട്ടിയാൽ പട്ടിണി സഹിക്കേണ്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അത്രത്തോളം പട്ടിണിയും പ്രയാസവും വന്നു. അപ്പോഴാണ് ഹാശിം തങ്ങള് വിശാലമായ രൂപത്തിലെ ഒരു ഖുറൈശി കോൺഫറൻസ് വിളിച്ചു, ഖുറൈശി സമ്മേളനം വിളിച്ചു. ഖുറൈശികളെ മൊത്തം വിളിക്കണം. അന്ന് ഖുറൈശികളുടെ തലവനാണ്, നേതാവാണ് ആര്? ഹാശിം തങ്ങൾ, റസൂലുള്ളാഹിന്റെ വല്ലിപ്പ. അങ്ങനെ ഹാശിം തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ആ കോൺഫറൻസിൽ അദ്ദേഹം നിർവഹിച്ച ഒരു പ്രഭാഷണമുണ്ട്. എന്താണ് ആ പ്രഭാഷണം? ഓ ഖുറൈശികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹറം നിവാസികളാണ്. അല്ലാഹ് ആദരിച്ച മണ്ണിന്റെ ഉടമകളാണ്. നിങ്ങൾ പട്ടിണി കിടന്ന് ഒരു വെയിലത്ത് പോയി കിടന്ന് മരിക്കേണ്ടവരല്ല. ഈ രാജ്യത്ത് നിങ്ങൾക്ക് തിന്നാൻ ആവശ്യമായ വിഭവങ്ങളില്ലെങ്കിൽ പോകൂ മറുരാജ്യങ്ങളിലേക്ക്. നമുക്കൊരു സൗകര്യമുണ്ട്. വേറെ ഏത് രാജ്യത്തേക്ക് കടന്നു ചെല്ലണമെങ്കിലും അവിടെ ക്ലിയറൻസ് വേണം, പേപ്പർ വേണം. അന്ന് അവരുടെ ഇടയിലുള്ള നിലവാരം ഹറമിന്റെ അഖിലുകാർക്ക് ഏത് രാജ്യത്തേക്കും പാസ്സായിരുന്നു. ഹറമിന്റെ അഖിലുകാർക്ക് പാസ്പോർട്ടും വിസയൊന്നും വേണ്ട, ഏത് രാജ്യത്തേക്കും പാസ്സായിരുന്നു. അന്നുണ്ടായിരുന്ന അവസ്ഥയാണ്. അപ്പൊ പറഞ്ഞു, നമ്മൾ ഹറമിന്റെ അഖിലുകാരാണ്, ഏത് രാജ്യത്തേക്കും വിചാരിക്കും വന്ന് കടന്നു പോകാം. അതിന് രേഖ ക്ലിയറാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനു നമ്മളിവിടെ കിടന്ന് മരിക്കണം? കഴിയൂലേ? പോകൂ നിങ്ങള്. 6 മാസം കൂടുമ്പോ ഒരു യാത്ര യമനിലേക്ക്, ഒരു യാത്ര ഷാമിലേക്ക്.
ഒരു യാത്ര യമനിലേക്കും ഒരു യാത്ര ഷാമിലേക്കും 6 മാസങ്ങളിൽ നടത്തും. എന്നിട്ട് 1 മാസം പോയി കച്ചവടം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് 5 മാസം അടിച്ചു പൊളിച്ച് ജീവിക്കുക മക്കത്ത്. പിന്നെ പോയിട്ട് 1 മാസം യമനിൽ പോയിട്ട് ഒന്ന് ഷാമിലേക്കും ഒന്ന് യമനിലേക്കും. ശൈത്യം കാലത്തും ഉഷ്ണകാലത്തും 2 കാലാവസ്ഥ നോക്കിയിട്ട് 2 രാജ്യത്തേക്കും 2 യാത്രകൾ നടത്തുക. 1 മാസത്തെ കച്ചവടം കൊണ്ട് 5 മാസം ജീവിക്കുക. പിന്നെ പോയിട്ട് 1 മാസത്തെ കച്ചവടം കൊണ്ട് 5 മാസം ജീവിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? ആശിന്തങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോ ഇതേ പ്രവാസം തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ആളുകൾ പോകുന്നത്. പക്ഷെ നമ്മൾ 2 കൊല്ലം അവിടെ നമ്മൾ 1 മാസം ഇവിടെ വന്നു. അതാണ് നമ്മളെ പരിപാടി. ഇതല്ല 1 മാസം പോയിട്ട് അധ്വാനിച്ചിട്ട് നിങ്ങൾ 5 മാസം വന്ന് താമസിക്കൂ, ജീവിക്കൂ. ഇങ്ങനെയാണ് ഹാഷിം തങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തത്. അങ്ങനെ ആദ്യം തന്നെ ഈ ഗൾഫിൽ പോകുക എന്നുള്ള ആശയം ഉണ്ടാക്കിയത് ഹാഷിം തങ്ങളാണ് സത്യത്തിൽ. അങ്ങനെ പോയിട്ട് അധ്വാനിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരൂ അല്ലേ? നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവർ പോയി. അതാണ് സൂറത്ത് ഖുറൈശ്. സൂറത്ത് ഖുറൈശ് മൊത്തം അർത്ഥം പറ്റിങ്ങനെ തിരിയുള്ളൂ. ഖുറൈശികൾക്ക് നാം അവരുമായി പൊരുത്തപ്പെടിച്ചും അവർക്ക് ഇണക്കി കൊടുത്തു എന്ന കാരണം കൊണ്ട് തണുപ്പ് കാലത്തും ചൂട് കാലത്തുമുള്ള 2 യാത്രകൾ യമനിലേക്കും ഷാമിലേക്കും നമ്മൾ അവരുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടിച്ചു കൊടുത്തു എന്ന കാരണം കൊണ്ട് ഈ കഅബാലയത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, പട്ടിണി കിടന്ന് മരിക്കുമ്പം അവർക്ക് ഭക്ഷണം കൊടുത്ത റബ്ബാണ്. ഹാഷിം തങ്ങളുടെ മനസ്സിൽ ഈ ഐഡിയ ഇട്ടുകൊടുത്തത് ഞാനാണ്. പടച്ചോൻ അവകാശപ്പെടുന്നു, ഞാനാണത് ഹാഷിം തങ്ങൾക്ക് തോന്നിച്ചു കൊടുത്തത്. ഹറമിന്റെ അഖിലുകാരായി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയാന്തരീക്ഷങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകി ആ റബ്ബിനെ നിങ്ങൾ ആരാധിച്ചേ പറ്റൂ. അപ്പൊ പരിശുദ്ധ കഅബാലയത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. അവിടെയും കഅബ പരാമർശിച്ചു. എന്താ പറയുന്നത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു അബ്ദുറഹീം സൂറത്തുൽ ബഖറ 144 പറയുന്നതൊന്ന് നോക്ക്. ഇത് വിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ فلنولينك قبلة ترضاها. എന്താ പറഞ്ഞത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, തങ്ങൾ ഇടക്കിടക്ക് മുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുകയാണ്. യാ റസൂലല്ലാഹ് അതുകൊണ്ട് ഇനി ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണ്ട, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തങ്ങൾ മുഖം തിരിച്ചോളൂ. തങ്ങളെ മസ്ജിദുൽ വഹൈതുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത് ഇനി മുതൽ മസ്ജിദുൽ ഹറാമിലേക്കാണ്. ഇനിയൊരു മാറ്റമില്ല. ഇത് ഖിയാമത്ത് നാൾ വരെ എങ്ങനെയാ വേണ്ടത്? മസ്ജിദുൽ ഹറാമിലേക്കാ മുഖം തിരിക്കേണ്ടത്. ഇന്നും നമ്മൾ മുഖം തിരിക്കുന്നത് ആ മസ്ജിദുൽ ഹറാമിലേക്കാണ്. എന്താ ഈ ആയത്തിന്റെ പശ്ചാത്തലം? ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജൂതന്മാരെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൂതന്മാരുടെ ഖിബലയിലേക്ക് തിരിയാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു നിർദ്ദേശിക്കുന്നു അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി.
മുഹമ്മദ് നമ്മളെ ആളെ തന്നെ അത് വരുത്തി തീർത്തിട്ട് അവരങ്ങോട്ട് ഒപ്പം നിർത്താൻ വേണ്ടി ആദ്യം ഇവരുടെ കിബിലയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് എതിർപ്പ് നേരിടും. പക്ഷേ ഈ വിഷയത്തിൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം അള്ളാഹ് പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ് ഇബാദത്ത്. അള്ളാഹു മക്കത്ത് തിരിയാൻ പറയുമ്പോൾ മക്കത്ത് തിരിയണം, ബൈത്തുൽ മുഖദ്ദസ് തിരിയാൻ പറയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ്ക്ക് തിരിയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ്ക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ബൈത്തുൽ മുഖദ്ദസ്ക്ക് അടുത്തില്ല, ഒരു വെറുപ്പുമില്ല. പക്ഷെ അല്ലാഹു തആല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, നബിയെ നിങ്ങൾ തൽക്കാലം പോകാൻ തിരിയണം. അതിലുള്ള ഹിക്മത്ത് ഇതാണ്, ഇവരെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നിട്ട് എന്നെ തിരിച്ചു തരാം, ഈ വാക്കും കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹിക്ക് ഇത് ഇതിനും വേണ്ടി പാഠം ചെയ്തതാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തിരിക്കുന്നു ഉള്ള ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലെടുത്തി ആ പഴയ കിബിലയിലേക്ക് എന്നെ തിരിച്ചു തന്നെങ്കിൽ, കഅബത്തേക്ക് തന്നെ എന്നെ കിബിലയാക്കി തന്നെങ്കിൽ എന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഒരു നിമിഷം പോലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ചടപ്പുണ്ടായിട്ടില്ല. അത് ചിലരെങ്കിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. ചടപ്പുണ്ടായിട്ടില്ല. അള്ളാഹ് ആദ്യം പറഞ്ഞതുകൊണ്ട്, നിങ്ങളങ്ങോട്ട് തിരിച്ചു തരുന്ന് പറഞ്ഞതുകൊണ്ട്, എപ്പോഴാണ് ഈ തിരിച്ചു തരല്, എപ്പോഴാണ് അല്ലാഹു തആല കൽപ്പിക്കുക എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങോട്ട് അല്ലാഹു തആല എപ്പോഴാക്കി തരിക. അതിനെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് മേലോട്ട് ഇങ്ങനെ നോക്കും, വഹിയുമായിട്ട് വരുന്നുണ്ടോ, ഖിബലമാറ്റ അറിയിച്ച് വഹിയുമായിട്ട് ജിബ്രീൽ വരുന്നുണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. അതാണ് ഇടയ്ക്കിടെ മുകളിലേക്ക് തങ്ങൾ മറിഞ്ഞു നോക്കുന്നത്. അല്ലാഹു കാണുന്നുണ്ട് തങ്ങളെ, നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ മറിഞ്ഞു നോക്കുന്നത് കാണാഞ്ഞിട്ടൊന്നുമല്ല. അല്ലാഹു തആല പറയാം, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ബേജാറാകണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നിങ്ങളെ നാം തിരിക്കുകയാണ്. മാനസികമായി റസൂലുള്ളാഹിക്ക് അല്ലാഹു നേരത്തെ വാഗ്ദത്തം ചെയ്തതുകൊണ്ട് അങ്ങോട്ട് തന്നെ ആവാനൊരു പൂതിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബലയിലേക്ക് നിങ്ങളെ തിരിക്കുകയാണ്. ഇവിടെ മഹാന്മാർക്ക് ഒരു കർത്തണ്ട്, ഖിബലത്തൻ അല്ലാഹ. അതെന്താ? അള്ളാന്റെ നിയമം ഒരാൾ പൊരുത്തപ്പെട്ടാൽ, അള്ളാഹ് പറയുന്നത് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, അള്ളാന്റെ പൊരുത്തത്തിൽ ഒരാൾ നീങ്ങിയാൽ അള്ളാഹ് തന്റെ പൊരുത്തത്തിൽ ഇങ്ങോട്ടും നീങ്ങും. ശ്രദ്ധിക്കണം, അള്ളാന്റെ പൊരുത്തം 100% ഒരു അടിമ കീപ്പ് ചെയ്താൽ അടിമയുടെ പൊരുത്തം അള്ളാഹുവും കീപ്പ് ചെയ്യും. അതിന്റെ തെളിവായിട്ട് മഹാന്മാർ അവതരിപ്പിച്ചത് ഈ ആയത്ത്. എന്ത്? ഫലനുവല്ലിയന്നക്കൽ കഅബ എന്നല്ല പറഞ്ഞത്, നിങ്ങളെ കഅബത്തേക്ക് തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർളാഹ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഖിബലയിലേക്ക് നിങ്ങളെ തിരിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടം ഞാൻ മാനിക്കുകയാണ്. ഇതാണ് സൂറത്തുൽ ഫജ്റിന്റെ അവസാനം പറഞ്ഞത്. സൂറത്തുൽ ഫജ്റിന്റെ അവസാനം ഉണ്ടല്ലോ ഒരു ആയത്ത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ റാദിയതൻ മർദിയ്യ. ഓ ശരി ആത്മാവേ, നീ മടങ്ങണം. ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക്, നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങണം. പടച്ചോൻ പറഞ്ഞത് കേട്ട് ജീവിക്കണം എന്നാണ്. റബ്ബിലേക്ക് മടങ്ങണം. റാദിയതൻ, റബ്ബ് പറഞ്ഞത് 100% പൊരുത്തപ്പെട്ട റബ്ബിനെ ആരാധിക്കണം. എങ്കിൽ മർദിയത്തൻ, റബ്ബ് നിന്റെ പൊരുത്തത്തിലേക്ക് ഇങ്ങോട്ട് പോരും. അതാണ് റാദിയത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിനെ അങ്ങോട്ട് പൊരുത്തപ്പെടുക. മർദിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് ഇങ്ങോട്ട് പൊരുത്തപ്പെടുക. റബ്ബിനെ അങ്ങോട്ട് പൊരുത്തപ്പെട്ട റബ്ബ് ഇങ്ങോട്ട് പൊരുത്തപ്പെടും. അതിന് ഉദാഹരണം പറഞ്ഞത് ഈ ആയത്ത്. എന്ത്? അല്ലാഹ് ബൈത്തുൽ മുഖദ്ദസ്ക്ക് അടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ കാലങ്ങളായി മുഴുവൻ അമ്പിയാക്കളും തിരിഞ്ഞത് കഅബയാ, ഞാൻ അങ്ങോട്ടേ തിരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിച്ചിട്ടില്ല. പറഞ്ഞപ്പോഴേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അടുത്ത് തിരിഞ്ഞു സന്തോഷത്തോടെ. അപ്പൊ അല്ലാഹു എന്ത് ചെയ്തു? മനസ്സിന്റെ ഉള്ളിലെ വലിയ ആഗ്രഹമായ ആ കഅബാലയത്തിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹിയെ അല്ലാഹു തിരിക്കുന്നു. അവിടെ വിശേഷിപ്പിച്ചത് കഅബയിലേക്ക് നിങ്ങളെ തിരിക്കുന്നു എന്നല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നിങ്ങളെ തിരിക്കുന്നു എന്നാണ്. ഫലനുവല്ലി പടച്ചവനെ, ഈ കഅബാലയം സന്ദർശിക്കാൻ ഞങ്ങൾക്കൊക്കെ അടുത്ത നിമിഷം നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കൈയൊഴിക്കരുത് റഹ്മാനെ. പടച്ചവനെ, കഅബയുടെ കില്ല പിടിച്ച് ഞങ്ങളെ പാപങ്ങൾ പൊറുപ്പിച്ചൊന്ന് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിലുള്ള ആളുകൾ എങ്ങനെ ഞാൻ ഈ ദുആയിൽ ആമീൻ പറയും? 5 പൈസ
50,000 ഉറുപ്പ്യ പോയിട്ട് 50 ഉറുപ്പ്യ പോലും എന്റെ കയ്യിലില്ലാതെ എങ്ങനെ ഞാൻ ഈ ദുആയിൽ ആമീൻ പറയുമെന്ന് പേടിക്കുന്നവരുണ്ട്. റബ്ബേ, അവരെ നീ ആദ്യം എത്തിക്കണേ അല്ലാഹ്. പാപങ്ങളെ ആദ്യം എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ എത്തിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ മക്കയും കഅബാലയവും ഒരു സംഭവമാണ്, യാതൊരു സംശയവുമില്ല. ഇനി 2 ആയത്തുണ്ട്. അതിന്റെ അർത്ഥം മാത്രം പറയട്ടെ, സമയം കഴിഞ്ഞു. 2 ആയത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹദീസിലേക്ക് കിടക്കണം. അത് നമ്മളെ അടുത്ത ആഴ്ചത്തെ ചർച്ചയിലേക്ക് കഅബാലയത്തെ പറ്റി ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് കൂട്ടാം. ഹദീസുകൾ കഴിഞ്ഞു. ഒരു ഏകദേശം ഒരു പാരഗ്രാഫും കൂടെ ഉണ്ടാവുള്ളൂ ഈ കത്തി. ഒരു പാരഗ്രാഫും കൂടെ. അതിന് ഈ ഒരു 2 ആയത്തും കൂടെ തീരണം. 2 ആയത്തും തീർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മാത്രം വെക്കണുള്ളൂ. പിന്നെ പറഞ്ഞു, ഈ പരിശുദ്ധ കഅബയുടെ മഹത്വം, മക്കയുടെ മഹത്വം, മസ്ജിദുൽ ഹറാമിന്റെ മഹത്വം അബ്ദുറഹീം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല ലോകത്ത് ഒരു വലിയ സംഭവം നടത്തിയിട്ടുണ്ട്. ലോകത്ത് സമാനതകളില്ലാത്തൊരു സംഭവം അല്ലാഹു നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വേറെ ആർക്കും നടത്തിയിട്ടില്ല. അതെന്താ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല വിളിച്ചു കൊണ്ടുപോയി റബ്ബിന്റെ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്ത ഒരു മഹാസംഭവം ഇസ്രാ മിഅ്റാജ്. അതൊരു വല്ലാത്ത സംഭവം തന്നെയാണല്ലോ. ഇസ്രാ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു, മിഅ്റാജ് കൊണ്ടും സയ്യിദുനാ റസൂലുള്ളാഹിയെ അള്ളാഹു അനുഗ്രഹിച്ചു. ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കായ യാത്ര. അപ്പൊ ഈ മഹത്തായ യാത്ര ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്നാണ്? മസ്ജിദുൽ ഹറാം അല്ലെ? ശരിക്കും തുടങ്ങുന്നത് യാത്ര എവിടുന്നാ? ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് ഔദ്യോഗിക സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഔദ്യോഗിക സ്റ്റാർട്ടിംഗ് പോയിന്റ് ഖുർആൻ പറഞ്ഞത് എവിടെയാണ്? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞ് ഇസ്രാഉം മിഅ്റാജും സംഭവബഹുലമായി അവതരിപ്പിച്ചു. ഇസ്രാ നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ആ റബ്ബ് ഒരു അത്ഭുതമല്ലേ എന്ന് ചോദിച്ചു. സുബ്ഹാന പറഞ്ഞു പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം ചെയ്യിപ്പിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്. എവിടെന്നാ കൊണ്ടുപോയത്? മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തെ വിശുദ്ധ പള്ളിയിൽ നിന്നും ഇലൽ മസ്ജിദിൽ അഖ്സാ, അങ്ങേയറ്റുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി. അങ്ങേറ്റത്തുള്ള പള്ളി എന്നാൽ ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ ഹറാമും തമ്മിലുള്ള ദൂരം കാണിക്കാനാണ് ആ സ്ഥലം. മസ്ജിദുൽ ഹറാമും ബൈത്തുൽ മുഖദ്ദസും തമ്മിലുള്ള ദൂരം 1.5 മാസക്കാലം ഒട്ടകപ്പുറത്ത് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അങ്ങോട്ട് ഏതാനും നിമിഷങ്ങളെ കൊണ്ടാണ് പടച്ചവൻ കൊണ്ടുപോയത്. അതാണ് അങ്ങനെ പറഞ്ഞത്, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അപ്പോൾ മിഅ്റാജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു സത്യത്തിലെ മസ്ജിദുൽ ഹറാമെങ്കിൽ ഈ മക്കയിലെ പള്ളി ചില്ലറയാണോ അബ്ദുറഹീം? ഇത് വിട്ട് നിങ്ങൾ ഏത് യമനിലേക്കാ പോകുന്നത്? യമനിലേക്ക് പോകാനാ തീരുമാനിച്ചത്? അല്ലാഹു തആല ഹസനുൽ ബസരി മുഖേന മഹാനവറുകൾ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. കഴിഞ്ഞു ഒരൊറ്റ ആയത്ത്. സൂറത്തു തൗബ 19. സൂറത്തു തൗബ 19 അതും പരിശുദ്ധ കഅബാലയം അതുമായി ബന്ധപ്പെട്ടതുമായ മഹത്വമാണ്. എന്താണ്? أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يحسبون عند الله والله لا يهدي القوم الظالمين. أجعلتم من العطيو سقاية الحاج, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, വഇമാറത്തുൽ മസ്ജിദിൽ ഹറാം,
മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞ പുണ്യകർമ്മങ്ങളൊക്കെ കമന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആ കർമ്മം പോലെ ഈ കർമ്മത്തെ ആക്കിയോ. ഇവർ രണ്ടു കൂട്ടരും ഒരിക്കലും സമമാകുകയില്ല. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതിനും പ്രത്യേക മഹത്വമുണ്ട് എന്ന് തന്നെയാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. പക്ഷേ ആ സംഗതി വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈമാനില്ലെങ്കിലും ഞങ്ങൾ ഈ ചെയ്യുന്നത് വലിയ സംഭവമാണ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു. അത് സംഭവം, അത് രണ്ടും രണ്ട് സംഭവം തന്നെയാണ്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, മസ്ജിദുൽ ഹറാം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ വേണം. ഈമാൻ ഉണ്ടായതിനു ശേഷം ചെയ്യുമ്പോഴാണ് അതിന് മഹത്വം വർദ്ധിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ആയത്താണത്. ഏതായാലും ഒരു കാര്യം അതിലൂടെ വരുന്നുണ്ട്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ ഇവിടെയും മസ്ജിദുൽ ഹറാം പ്രതിപാദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മസ്ജിദുൽ ഹറാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് അബ്ദുറഹീം പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പത്ര ആയത്തായില്ലേ, കുറെ ആയത്തുകളായി. ഈ ആയത്ത് അങ്ങോട്ട് ഓതിയതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ ആയത്തുകളൊക്കെ മക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവതരിപ്പിച്ചതാണ്. മക്ക എന്ന മണ്ണിന് വേണ്ടി. മക്കയല്ലാത്ത വേറെ ഒരു മണ്ണിന് വേണ്ടി ഇതിലെ ഒരായത്തുള്ള ഇറക്കിയിട്ടില്ല. ഇതൊക്കെ മക്കയുടെ മഹത്വം പറയാൻ വേണ്ടി ഇറക്കിയതാ. എന്നിട്ട് ഈ മക്ക വിട്ട് നിങ്ങൾ എവിടുക്കാ പോകുന്നത്? ഇനി നിങ്ങളെ ഞാൻ ഉണർത്തുന്നത്, എന്റെ കൂട്ടുകാരാ, ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം ഇനി ഞാൻ ഉണർത്തുന്നത് മക്കയുടെ ബഹുമാനം പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞ ഏതാനും തിരുമൊഴികളാണ് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മക്കക്കാരുടെ മഹത്വം, മക്കയുടെ മഹത്വം, മക്കയുമായി ബന്ധപ്പെട്ടവരുടെ മഹത്വം അല്ലാഹു തആല നബിതങ്ങൾ പറഞ്ഞ ചില തിരുമൊഴികൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. എന്നിട്ട് തുടങ്ങി ഒന്ന് പറഞ്ഞതിന് തുടങ്ങിയിട അവസാനിപ്പിക്കുന്നത് അടുത്ത എന്റെ കൂട്ടുകാരാ, നീ മനസ്സിലാക്കണം. ഖാല റസൂലുള്ളാഹി, നബിതങ്ങൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? മക്കയിൽ നിന്ന് ശത്രുക്കൾ നബിതങ്ങളെ പുറത്താക്കുമ്പോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ബൗണ്ടറിയിലേക്ക് ഇങ്ങനെ വന്നു നിന്നിട്ട് മുത്തുനബി മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, വസ്തഖ്ബലൽ കഅബ, കഅബാലയത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുത്തുനബി വേദനിക്കുന്ന ഹൃദയത്തോടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി ഇന്നി ലഅലമു അന്നകി അഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ് ഇലയ്യ, ഇന്നി ലഅലമു അന്നകി അഹബ്ബു ബിലാദില്ലാഹി ഇലയ്യ, അല്ലാഹുവിന്റെ രാജ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം നീയാണ്. കഅബാലയത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് മക്കയോട് പറയാണ് റസൂലുള്ളാഹ് ഹിജ്റ പോരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖും റസൂലുള്ളാഹി ഒറ്റക്കാലത്ത് അങ്ങനെ മക്കയിലേക്ക് കഅബാലയത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് റസൂലുള്ളാഹി പറയാം, മക്ക നീയാണ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം. അള്ളാഹുവിന്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണും നീയാണ്. അള്ളാഹുവിൻ, അപ്പൊ എനിക്കും പടച്ചോനും ഇഷ്ടപ്പെട്ട മണ്ണ് നീയാണെന്ന് അറിയാം. ഭൂമുഖത്തുള്ള ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് നീ എന്ന് എനിക്കറിയാം. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട സ്ഥലമാണെന്നറിയാം. നിന്റെ ഈ നാട്ടുകാരിലേക്ക് തിരിച്ചിട്ട് പറയാൻ, ഈ മക്ക നിവാസികൾ എന്നെ ഇവിടെ നിന്ന് തല്ലിയോടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് മക്കയിലേക്ക് നോക്കി വേദനയോടെ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ സ്വയം മക്ക വിട്ടു പോവുകയാണ്. അബ്ദുറഹീം കണ്ടോ, നിങ്ങൾ ഒരു പ്രയാസമില്ലാതെ സ്വയം മക്ക വിട്ടു പോകാൻ തീരുമാനിക്കുകയാണ്. വേണോ ഈ തീരുമാനം എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു.
ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. മൂന്നാമത്തെ ചർച്ചയോടുകൂടെ പൂർത്തീകരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഉംറയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാനുമായി ബന്ധപ്പെടണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ വിഷയത്തിലേക്ക് ചായ നൽകിയിരിക്കുന്നത് നൗഷാദ് മാസ്റ്റർ കൊഴുകൂര് എന്നവരാണ്. ഇന്നലെയാണ് മെസ്സേജ് വായിച്ചിരുന്നു, ഇന്നലെ രാത്രി തന്നെ മെസ്സേജ് വിട്ടിരുന്നു. ഈ മാസം പുതുതായിട്ട് സ്കൂളിൽ ജോലി കിട്ടി, ജോലിയിൽ ബർക്കത്തുണ്ടാവാനും ഉമ്മയുടെ അസുഖം മാറാനും പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ. ഉമ്മയുടെ അസുഖം അള്ളാഹു സുഖപ്പെടുത്തട്ടെ. ഉമ്മയുടെ അസുഖം അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പഠിച്ചവനെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. റാഹത്തും ബറക്കത്തും നീ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ കയ്യൊഴിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തെ നീ കയ്യൊഴിക്കല്ല റഹ്മാനെ. പരിശുദ്ധ മക്കയുടെ മഹത്വം കൊണ്ട്, കഅബാലയത്തിന്റെ പുണ്യം കൊണ്ട്, കഅബയുമായി ബന്ധപ്പെട്ട മറ്റ് ആയാത്തുകളുടെ പുണ്യം കൊണ്ട് പഠിച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅസാതീദനാ കമാ റബ്ബൗനാ സിഗാറാ വർഹംനാ യാ റാഹിമൽ മസാകീൻ വഅൻത അർഹമുർ റഹീമീൻ വഅൻത അക്രമുൽ അക്രമീൻ. പഠിച്ചവനെ പരിശുദ്ധ കഅബാലയത്തിൽ ചെല്ലാനും ഹബീബിന്റെ സാരത്ത് ചെല്ലാനും എല്ലാ അമലുകളും ആഫിയത്തോടെ നിർവഹിക്കാനും കൂടെയുള്ളവർക്ക് സന്തോഷമാകും വിധം അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും എല്ലാം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വർഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅസാതീദനാ കമാ റബ്ബൗനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.